ഇന്ന് രാവിലെ തന്നെ മാവേലിക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു ഓട്ടോ പിടിച്ചിട്ട് മാവേലിക്കര ടൗണിലോട്ട് പോകുന്നൊരു കാഴ്ചയാണിത്. അപ്പം നല്ല രാവിലെ ആയത് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നല്ല കുറവാണ്. പക്ഷേ ട്രാവൽ ചെയ്യാൻ നല്ല സുഖമാണ്. ഇങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് രാവിലെ പ്രഭാത സവാരി എന്നൊക്കെ പറയുന്ന പോലെ കാറ്റൊക്കെ അടിച്ച് ചുറ്റിലും നല്ല മരങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ബട്ട് ഓക്കെ, എല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. നല്ല രസമുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ. അത് മാത്രമല്ല റോഡ് നല്ലതായിരുന്നു. അപ്പം രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ആൾക്കാരൊന്നുമില്ല. പക്ഷേ കാഴ്ച നയന മനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണമെന്ന് തോന്നി ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട്, മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിക്കുക. റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്നൊരു മദ്രാസ് മെയിൽ ട്രെയിൻ ഉണ്ട്. അതിനകത്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ കയറിയിട്ട് നേരെ അങ്ങ് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എത്തി, ഇപ്പോൾ അടുത്ത് കാണുന്നത് ഞാൻ എത്തി കഴിഞ്ഞു. അപ്പം ഇതാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ. ഞാൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽപ്പുണ്ട് ട്രെയിനിനെ കാത്തിട്ട്. അപ്പോൾ ഇപ്പോൾ വരും. അപ്പോൾ എതിരെ വേറൊരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് ബാംഗ്ലൂർ കന്യാകുമാരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ വെറുതെ ഇരിക്കുമല്ലേ, ഒരു വീഡിയോ അതിനെ എടുത്തേക്ക്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട്, നല്ല ഫാസ്റ്റായിട്ടൊന്ന് സ്ലോ ആയിട്ട് വരുന്നുണ്ട്. 1 മിനിറ്റ് ആവുമായിരിക്കും അതിങ്ങനെ സ്ലോ ചെയ്യാൻ. അപ്പം എന്തായാലും മാവേലിക്കര സ്റ്റോപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ട്രെയിനും നിയർ ബൈ ചെറിയ രീതിയിൽ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് വളരെ ഒത്തിരി ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറ സൈഡായിരുന്നതുകൊണ്ട് തന്നെ അപ്പുറത്ത് ഒത്തിരി ആൾക്കാരുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും ട്രെയിൻ വരുന്നത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു, എനിക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. നോക്കിയപ്പോൾ സംഭവം അവിടെ അപ്പുറത്ത് 3ാമത്തെ പ്ലാറ്റ്ഫോം താണ്ടെ കണ്ടോ എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും ഞാനിതിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ പതിയെ വന്നു. ഞാൻ കയറി, ഇപ്പോൾ നിൽക്കും. ഞാൻ കയറി, കണ്ടോ അടുത്ത് ഞാനിങ്ങനെ അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഉടൻ തന്നെ എത്താറായി. ചെറിയൊരു കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഒന്നുകൂടെ വീഡിയോ എടുക്കാം വിചാരിച്ചു. അപ്പോൾ ട്രെയിൻ ഈസ് മൂവിങ് സ്ലോലി. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ബാക്കി വീഡിയോയും കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാമെന്ന്. പക്ഷേ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ട്രെയിനകത്തിരുന്നാലും നല്ല ഭംഗിയുണ്ട്, പോകുന്നത് കാണാനും സ്റ്റാർട്ട് ചെയ്യുന്നതും അങ്ങനെ പോകുന്നതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ